Hi everyone. Today I am in Anandapuram, a peaceful little village tucked away in the Kasaragod district of Kerala. So this is a temple of Lord Mahavishnu. It is not just only the lake temple in the Kerala. It is also believed to be the original Mulasthanam, that is the root shrine of none other than the Sri Ananda Padmanabha Swami. He has the same deity worship in the famous Padmanabha Swami temple in Trivandrum. So this is a temple route map actually, how you need to come to this temple. So this is the Anandapura Lake Temple, also known locally as Anandapuram Temple in Kumble, Kasaragod district of Kerala. And this temple stands right in the middle of the serene lake, and the water, they say, is always fresh, and even though it has no visible source, it just flows from the underground stream. And the vibe is here so calm and almost like time has slowed down just for you to reflect. So in this vlog, I am also speaking with Sri P. Lakshmana Hebbar, the temple trustee and the retired manager, to uncover the complete history of this sacred place. So stay tuned for this full video. There's a lot to learn and experience in this vlog. So in this temple, Lord Ananda Padmanabha is seen in a sitting posture, like unlike the deity at the Trivandrum Padmanabha Swami temple. He is in a reclining Shayanam posture, as you can see, and also no Abhishekam is performed on the idol here, as it is made from a special herbal mixture. So the detailed history and the significance of this temple will be explained by Sri Lakshmana Hebbar later in this vlog. So stay tuned in this vlog. It is believed that Ananda Padmanabha Swami first appeared at the Anandapura and later manifested in Thiruvananthapuram in the reclining posture. So, in a way, Kerala hold his presence at both the ends, Anandapura in the north and the Thiruvananthapuram in the south. So, this is a small cave which indicate they're saying that from this cave we can reach the main Padmanabha Swami Kshetram in the Trivandrum. So, that was the belief in this temple. ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപുരം കാസർഗോഡ് ജില്ലയിൽ ഒരു പുണ്യസ്ഥലമായ മഹാക്ഷേത്രമാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. ഈ അമ്പലത്തിലേക്ക് 3000 കൊല്ലം പഴക്കമുണ്ട്. 3000 കൊല്ലം പറയുന്നത് ദ്വാപര യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭൂലോകത്തിൽ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഋഷിമുനികളാണ്. പ്രധാനപ്പെട്ട ഒരാളാണ് അഗസ്ത്യമുനി. അഗസ്ത്യമുനി ഇവിടെ വന്ന് തപസ്സും ധ്യാനം ഹോമാദികൾ ചെയ്തിരിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ്. പുരാതന കാലത്തിൽ അഗസ്ത്യമുനികളെ സമ്പ്രദായ പ്രകാരം നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് കടുശർക്കര യോഗം. കടുശർക്കര യോഗം പറയുന്നത് അദ്ഭുതമാണ്, വിശിഷ്ടമാണ്. ഋഷിമുനികളുടെ സമ്പ്രദായ പ്രകാരം ശ്രീകോവിലിനുള്ളിൽ പീഠപ്രതിഷ്ഠ, ശൂലപ്രതിഷ്ഠ, ഞരമ്പ് ലേപന കൊണ്ട് നിർമ്മിക്കുന്ന വിഗ്രഹങ്ങളാണ് കടുശർക്കര യോഗം പറയുന്നത്. ശ്രീദേവി ഭൂദേവി സഹിത അനന്തപത്മനാഭസ്വാമി, അല്ലാതെ ഇടത്തും വലത്തും ഹനുമാൻ, ഗരുഡൻ, ചമറിൽ നാഗകന്യകേർ, ചാമറ വീശുന്ന നാഗകന്യകേർ, അങ്ങനെ 7 വിഗ്രഹങ്ങൾ ശ്രീകോവിലിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം പുരാതന കാലത്ത് ഋഷിമുനികളുടെ സമ്പ്രദായമാണ്. കാലം കഴിഞ്ഞ് പിന്നെ അഗസ്ത്യമുനികളെ കാലം കഴിഞ്ഞ ശേഷം ബില്ലമംഗല സ്വാമിജി ഈ സ്ഥലത്തേക്ക് യാത്ര വന്നു. അവർ ഈ ഭഗവാന് പൂജാദികൾ നടത്തിക്കൊണ്ട് കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു ദിവസം പൂജാസമയത്ത് ഒരു കുട്ടി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. മഹാവിഷ്ണു അനന്തപത്മനാഭസ്വാമി ബാലകന്റെ രൂപത്തിൽ ഇവിടെ വന്ന് ഈ സ്വാമിജിനെ ഒന്നിട്ട്
ചില സഹായങ്ങൾ, ചില ശല്യങ്ങൾ ചെയ്തുകൊണ്ട് കുറേ കാലം ഉണ്ടായിരുന്നു. പക്ഷേ വില്ലമംഗല സ്വാമിജി ആ കുട്ടി ഭഗവാൻ എന്നറിയില്ല, ഏതോ ഒരു കുട്ടിയെന്ന് വിചാരിച്ച് ഒന്നിച്ച് കളിച്ചുകൊണ്ട് ചില ശല്യം ചെയ്തുകൊണ്ട് കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു ദിവസം പൂജാ സമയത്ത് കുട്ടി കൂടുതൽ ഉപട്ടളം ശല്യം ചെയ്യുമ്പോൾ സ്വാമിജിക്ക് ദ്വേഷം വന്നു. ഇങ്ങനെ ആ ദേഷ്യം കൊണ്ട് ഇടത്തകൈ കൊണ്ട് പുറത്തിലെ കുട്ടീനെ തള്ളി. ഈ തള്ളുന്ന റഭസത്തിൽ ഈ കുട്ടി വീണ സ്ഥലത്തിൽ ഒരു ഗുഹ ഉണ്ടായി. നാച്ചുറലായിട്ട് ഇവിടെ ഗുഹ ഉണ്ടായിട്ട് ആ ഗുഹാ മുഖാന്തരം ഈ കുട്ടി അദൃശ്യമായി. ഒരു ലിംഗത്തിൻ്റെ സങ്കല്പത്തിൽ ഭഗവാൻ അദൃശ്യമായി പോകുമ്പോൾ അശ്രീരവാണി പറഞ്ഞു, ഇനി ഭഗവാൻ കാണണമെങ്കിൽ അനന്തകാടിലേക്ക് വരണം. ഇങ്ങനെ അശ്രീരവാണി പറയുമ്പോഴാണ് വില്ലമംഗല സ്വാമിജിക്ക് ആ കുട്ടി ഭഗവാൻ എന്നറിഞ്ഞത്. അതുവരെ അറിയില്ല. അപ്പോൾ ഇങ്ങനെ അശ്രീരവാണി ചോദിച്ചപ്പോൾ ഭഗവാൻ വില്ലമംഗല സ്വാമിജിയെ ഭഗവാനെ പൊടിക്കാൻ പോയി കിട്ടിയില്ല. ഒരു ജ്യോതിർലിംഗമായിട്ട് ഈ ഗുഹാ മുഖാന്തരം അദൃശ്യമായി പോയിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വാമിജികൾ ഈ കുട്ടീനെ അനുസരിച്ചിട്ട് ഗുഹാ മുഖാന്തരം ഭഗവാനെ തേടി. ഈ ഗുഹ കടൽ തീരത്തിൽ വരെ ഉള്ളൂ. ഇവിടെ 5 കിലോമീറ്റർ ദൂരത്തിൽ കുമ്പള കാസർഗോഡ് മധ്യഭാഗത്തിൽ മുഗറാൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഈ ഗുഹയുടെ നെക്സ്റ്റ് ദ്വാരം കടപ്പുറ സൈഡിൽ കാണാം, ഇപ്പോഴും ഉണ്ട്. ആ ഗുഹ മുഖാന്തരം ഇടിച്ച് കടൽ തീരത്തിൽ തന്നെ അനന്തകാടിലേക്ക് ഭഗവാൻ പോയത്. ഈ അനന്തകാട് പറയുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അന്ന് കാടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ തിരുവനന്തപുരത്തെ മൂലസ്ഥാനമാണ് ഈ അനന്തപുരം. ഇവിടെ ഭഗവാൻ ഇരുന്നിട്ടാണ് തിരുവനന്തപുരത്ത് ശയനമാണ്. ഇങ്ങനെ സ്വാമിജി, വില്ലമംഗല സ്വാമിജി ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും വിട്ട് ഭഗവാനെ നാമസ്മരണ, ഓം നമോ നാരായണ എന്ന് പറഞ്ഞ് നടന്ന് കുറേ കാലം അനന്തകാടിലേക്ക് എത്തി. അനന്തകാടിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടിയായിട്ട് വന്ന ഭഗവാൻ മഹാവിഷ്ണുവിടെ നിജസ്വരൂപം കഴിഞ്ഞ് മരത്തിൻ്റെ ഇടയിൽ ക്ഷീണമായിട്ട് കിടന്ന സ്ഥിതിയിലാണ് കണ്ടത്. അങ്ങനെ അനന്തപുരം, തിരുവനന്തപുരം പേര് വരാറുന്ന കാലമാണ്. കേരള സ്റ്റേറ്റിൽ ആദ്യം വിഷ്ണു ക്ഷേത്രമാണ് അനന്തപുരം, അവസാനത്തെ വിഷ്ണു ക്ഷേത്രമാണ് തിരുവനന്തപുരം. ഈ 2 അമ്പലത്തിൻ്റെ മധ്യഭാഗത്തിലാണ് കേരള സ്റ്റേറ്റിലുള്ളത്. അങ്ങനെ സ്വാമിജി അവിടെ എത്തി ഭഗവാനെ കണ്ടു. ഇതുവരെ നടന്ന കാര്യം എന്ത് വിശിഷ്ട മനസ്സിൽ വിചാരിക്കേണ്ട, എന്തോ ഒരു നടന്നു നടന്നുപോയി. ഇനി മുമ്പുള്ള സ്ഥലത്തിൽ പൂജാദികൾ നടത്തിക്കൊണ്ട് വരണോ എന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങി, ഭഗവാന്റെ വാങ്ങി തിരിച്ച് വരുമ്പോൾ ഒരു മാങ്ങ അവിടെ വീണ്ടു കിട്ടി. ആ മാങ്ങ എടുത്ത് കഷ്ണം ചെയ്ത് ചിരട്ടയിൽ ഭഗവാൻ സമർപ്പിച്ചു. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഉഷാ പൂജാ സമയത്ത് ഒരു മാങ്ങ സമർപ്പിക്കാറുണ്ട്. ആ സമ്പ്രദായം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ തിരുച്ചി വില്ലമംഗല സ്വാമിജിയുടെ വന്ന് പൂജാദികൾ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. കുറേ കാലം ഉണ്ടായിരുന്നു. അവിടെ രാജകുടുംബം തിരുവനന്തപുരത്ത് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം ചെയ്ത് വലിയ അമ്പലമായിട്ട് മാറി അവിടെ അഭിവൃദ്ധിപ്പെടുത്തി. ഇവിടെ പക്ഷേ മൂലസ്ഥാനത്ത് അജീർണാവസ്ഥയിൽ പോയി. കാല കഴിഞ്ഞ ശേഷം വില്ലമംഗല സ്വാമിജിയിലെ കാല കഴിഞ്ഞും സ്വാമിജിയുടെ സന്യാസി കട്ട എന്ന ഒരു സ്ഥലമുണ്ട്, ഇവിടെയും സമാധി ആയതാണ്. അതിൻ്റെ അടയാളം ഇപ്പോഴുണ്ട്. അങ്ങനെ കാലം കഴിഞ്ഞ ശേഷം ഓരോരോ തറവാട് ഇല്ലം ഈ അമ്പലത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. പണ്ട് സ്വാതന്ത്ര്യക്കാലം മുമ്പ് ഓരോരോ തറവാട്, ജയസിംഹ രാജാവ്, മായിപ്പാടി രാജാവ്, കുമ്പള രാജാവ്, അതേപോലെ ഓരോരോ തറവാട്, ഇരുന്നിറായർ, കിതില്ലായർ, എല്ലാം ഓരോരോ തറവാട് വീട്ടുകാർ ഈ അമ്പലത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. അവസാനത്തെ ഭരണം ഇവിടുത്തെ അടുത്തുള്ള ഒരു ഇല്ലമുണ്ട്, ശങ്കരനാരായണയ്യ എന്ന് പറഞ്ഞിട്ട് ഒരാ ശിവബ്രാഹ്മൺസിൻ്റെ അവർ ഭരണം നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. അവരെ അന്ന് ഒന്നും ഉറമാനമില്ല, ഒരു നിത്യനൈമിത്തിക്ക് ചിലവിനും കൂടെ ഇവിടെ ഉറമാനമില്ല. ഒരു വിളക്ക് മാത്രം വെച്ച് കൊണ്ടുണ്ടായിരുന്നു ആ സമയത്ത്. 1947
സ്വാതന്ത്ര്യക്കാലം മുമ്പ്. അങ്ങനെ അവർ കുറേ തറവാടുകളിലും ഭരണം നടത്തിക്കൊണ്ട് കഴിഞ്ഞ ശേഷം 1946 ബ്രിട്ടീഷ് പട്ടാളന്മാർ ആക്രമിച്ചു. സ്വാതന്ത്ര്യക്കാലം മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. അവിടെ ഈ സ്ഥലത്ത് വന്ന് അവർ ക്യാമ്പ് നടത്തി. ഈ കുന്നുപ്രദേശം ഇവരെല്ലാം അവർ ക്യാമ്പ് ചെയ്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ട് ബോംബിടലും ഷൂട്ടിങ്, ഇങ്ങനെ വെടിവെക്കലും ഇങ്ങനെ ട്രെയിനിങ് ചെയ്ത് കുറേ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പട്ടാളം ഇവിടെ അമ്പലത്തിൽ വന്നു. ഈ തടാക ക്ഷേത്രം ചുറ്റുവെള്ളം, നടുക്കെ അമ്പലമാണ്. ഈ കുളത്തിൽ ആ സമയത്ത് ഒരു മുതല ഉണ്ടായിരുന്നു, ബബിയ എന്ന് പറയുന്ന ഒരു മുതല. ഈ മുതല എവിടെ നിന്ന് വന്നു എങ്ങനെയൊന്നും അറിയില്ല. ഒരു ദൈവികമായ ഒരു ജീവിയാണ് മുതല. ഈ ബബിയ എന്ന് പേര് അന്ന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പട്ടാളം വന്നു, ബബിയ വിളിച്ചു, അടുത്ത് വന്നു. അപ്പോൾ ആ വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ആഹാരം ഉണ്ടെന്ന് വിചാരിച്ച് അടുത്ത് വരുന്നതാണ് മുതല. അങ്ങനെ ഒരു പട്ടാളം വെടിവെച്ചും ആദ്യത്തെ മുതലിനെ വെടിവെച്ച് കൊന്നതാണ്. ഇങ്ങനെ ഇവിടെ വിഗ്രഹങ്ങളെ അംഗവയ്ക്കൽ ചെയ്തു. അമ്പലത്തിനെ നശിപ്പിച്ച് അവർ ബ്രിട്ടീഷ് പട്ടാളന്മാർ നശിപ്പിച്ചു പോയി. 1947 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ നാട്ടുകാരെല്ലാം വേറെ വേറെ ഗ്രാമത്തിൽ പോയിരുന്നു. ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം തിരിച്ചു വന്നു, അമ്പലത്തിനെ പുനരുദ്ധാരണം ചെയ്തു. 1972 നാട്ടുകാർ എല്ലാവരും കൂടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി പുനരുദ്ധാരണ സമിതി രൂപീകരിച്ച് അമ്പലത്തിനെ പുനരുദ്ധാരണം ചെയ്തു. അങ്ങനെ പുനരുദ്ധാരണം ചെയ്യുമ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം അംഗവൈകല്യമായിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യുന്നത് അറിയില്ല. അന്നത്തെ കാലത്ത് ആ ജനങ്ങൾക്ക് ഈ കടുശർക്കര ബീജവും വിഗ്രഹത്തിൻ്റെ വിവരം അറിയില്ല. അങ്ങനെ ഉണ്ട് എന്ത് ചെയ്യുന്ന ഓരോ വിഗ്രഹത്തിന് തലയില്ല, കാലില്ല, കൈയില്ല. ഇങ്ങനെ സംശയത്തിൽ അവർ കുറേ പ്രശ്നം വെച്ച് ഇങ്ങനെ നോക്കി ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കമ്മിറ്റിക്കാർ വന്ന് നോക്കുമ്പോൾ ഒരു മുതല ഇവിടെ പ്രത്യക്ഷം കണ്ടു. വീണ്ടും ഒരു മുതല ഇവിടെ കാണുന്നുണ്ട്. അതെങ്ങനെ വന്നു എന്നും അറിയില്ല. രണ്ടാമത്തെ മുതല ഒരു ഉദ്ഭവമായ ഒരു ജീവിയാണ്, ഭഗവാന്റെ ജീവിയാണ് മുതല. അങ്ങനെ കമ്മിറ്റിക്കാർ വിചാരിച്ച് 1998 മൂന്നാമത്തെ അഷ്ടമംഗല പ്രശ്നത്തിൽ ഈ വിഗ്രഹത്തിൻ്റെ വിവരം കണ്ടുപിടിച്ചു. കടവ് ശർക്കര വിഗ്രഹം ചെയ്യുന്ന എങ്ങനെയാണെന്ന് ആ മൂന്നാമത്തെ അഷ്ടമംഗല പ്രശ്നത്തിൽ കമ്മിറ്റിക്കാർ കൂടിയിട്ട് ജ്യോതിഷരോട് പ്രശ്നം ചോദിച്ചു. ഈ വിഗ്രഹങ്ങൾ ഈ കലികാലത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടോ? പക്ഷേ ഉണ്ടെന്ന് കാണുന്നുണ്ട്, ആരെയും എവിടെയൊന്നും അറിയില്ല. അങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശീലിച്ചിട്ട് വിഗ്രഹം ഉണ്ടാക്കാനുള്ള പ്രയത്നം അന്നത്തെ കമ്മിറ്റിക്കാർ ഈ പ്രശ്നം മുഖാന്തരം തുടങ്ങി. അങ്ങനെ കേരളത്തിലെ പ്രസിദ്ധിയായ എറണാകുളത്തിലുള്ള വെളപ്പറമ്പിൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന ഒരു ശില്പി ഉണ്ടായിരുന്നു, വാസ്തുശില്പി. ആ ശില്പിയുടെ നിർദ്ദേശനം പ്രകാരം ഈ വിഗ്രഹം നിർമ്മാണത്തിൻ്റെ ഒരു ശില്പിനെ കണ്ടുപിടിച്ചു. കോട്ടയം ജില്ലയിൽ ബ്രഹ്മമംഗലം പറയുന്ന സ്ഥലത്തിൽ വിശ്വകർമ്മ കാസ്റ്റ് അവർ വേറെ ഒരുപാട് ഒരു കുടുംബം വിഗ്രഹം നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. അവരടുത്ത് ഈ നാട്ടുകാർ കമ്മിറ്റിക്കാർ പോയി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ് 70 വയസ്സ് ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വിശ്വകർമ്മ ശില്പി, ഞാൻ ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ എൻ്റെ 3 തലമാറ് മുമ്പ് അജ്ജൻ, മുത്തശ്ശൻ്റെ അജ്ജൻ, ഇങ്ങനെ 3 തലമാറ് മുമ്പ് 300 കൊല്ലം മുമ്പ് ചെയ്തിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ ഗ്രന്ഥപുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഒരു യോഗം വന്നാൽ ഈ വിഗ്രഹം നിർമ്മിക്കാൻ യോഗം വന്നാൽ വിടൻ്റെ മകനെന്ന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സുബ്രഹ്മണ്യം ശില്പിയുടെ ആ ഗ്രന്ഥ ആധാര പുസ്തകം പ്രകാരം അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കാണിക്കുമ്പോൾ അവർ ആദ്യമായിട്ട് ചോദിച്ചതാണ്, ജലാധിവാസം ചെയ്ത പണ്ടത്തെ വിഗ്രഹങ്ങൾ എവിടെയാണ്? അഗസ്ത്യമുനികൾ നിർമ്മിച്ച വിഗ്രഹങ്ങളുടെ അവശേഷങ്ങൾ ഈ കുളത്തിൽ ജലാധിവാസം ചെയ്ത് 1976 പഞ്ചലോഹത്തിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠാപിച്ചതാണ് കമ്മിറ്റിക്കാർ. ഈ കടവ് ശർക്കര വിഗ്രഹത്തിൻ്റെ അനുഭവം ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ അംഗവൈകല്യമായ വിഗ്രഹങ്ങളെ കളച്ചിയെടുത്തു ഇതേ കുളത്തിൽ ജലാധിവാസം ചെയ്തതാണ്. പിന്നെ പഞ്ചലോഹത്തിന് വിഗ്രഹം പ്രതിഷ്ഠാപിച്ച്
1926 ബ്രഹ്മകലശം കഴിഞ്ഞ് 10 ദിവസത്തെ പരിപാടി കൊണ്ട് ഭംഗിയായിട്ട് നടന്നു. പക്ഷേ ആ ബ്രഹ്മകലശം കഴിഞ്ഞ ശേഷം ചില ദോഷങ്ങൾ, അനിഷ്ടങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. അങ്ങനെ കൊണ്ട് വീണ്ടും പുതിയതായിട്ട് കടുശർക്കര വിഗ്രഹം നിർമ്മിക്കാൻ 1998 പ്രശ്നത്തിൽ കണ്ട പ്രകാരം പുതിയ വിഗ്രഹങ്ങളാണ് ഇപ്പോൾ പ്രതിഷ്ഠാപിച്ചത്. അങ്ങനെ ആ സുബ്രഹ്മണ്യ ശില്പിയുടെ ഗ്രന്ഥപുസ്തക ആധാരപ്രകാരം ഔഷധങ്ങളെ സംഗ്രഹം ചെയ്യണം. ഭയങ്കര വിശിഷ്ടമായ ഒരു വിധാനമാണ് കടുശർക്കര. ശ്രീകോവിലിനുള്ളിൽ പഞ്ചലോഹത്തിൻ്റെ വിഗ്രഹം ബാലാലയത്തേക്ക് മാറ്റി അനുജ്ഞാകലശ കഴിഞ്ഞ ശേഷം അവിടെ ശുദ്ധീകരിച്ച് ശ്രീകോവിലിനുള്ളിലെല്ലാം ക്ലീൻ ആക്കിയിട്ട് പീഠപ്രതിഷ്ഠ ഒന്ന് ചെയ്യാറുണ്ട്. വിഗ്രഹത്തിൻ്റെ ഫൗണ്ടേഷൻ പീഠക്കല്ല് പ്രതിഷ്ഠാപിക്കുന്നത്. അതിൻ്റെ നടുക്ക് ശൂലപ്രതിഷ്ഠ, കരിങ്ങാലി മരത്തിൽ ഉണ്ടാക്കിയ അസ്ഥികൂടം. മനുഷ്യൻ്റെ അസ്ഥികൂടം എങ്ങനെയുണ്ടോ, ശ്രീദേവി ഭൂദേവി അനന്തപത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ ശൂലം അസ്ഥികൂടം കരിങ്ങാലി മരത്തിൽ ഉണ്ടാക്കിയിട്ട് അത് താന്ത്രിക വിധി പ്രകാരം ശൂലപ്രതിഷ്ഠ ചെയ്യുക. അതിൻ്റെ ശേഷം ഞരമ്പ്. ഈ ഞരമ്പ് പറയുന്നത് പച്ച തേങ്ങയുടെ ചകരി കൊണ്ട് തല്ലി തല്ലി നാരെടുത്ത് പിരിച്ച് കയറുണ്ടാക്കണം. ആ കയറുണ്ടാക്കിയിട്ട് ഈ അസ്ഥികൂടത്തിൻ്റെ മുകളിൽ കെട്ടുന്നതാണ്. സുഷ്മ പറയുന്നത് മധ്യഭാഗം, ശരീരത്തിൻ്റെ മധ്യഭാഗം സുഷ്മനാഡിയെന്ന് തുടങ്ങിയിട്ട് കാല് വരെ പിന്നെ തലവരെയുള്ള നരമ്പ് കെട്ടണം. നരമ്പ് ഈ കയറ് കൊണ്ട് കെട്ടി അതിൻ്റെ ശേഷമാണ് മാംസഖണ്ഡ വരുന്നത്. ഈ മാംസഖണ്ഡത്തിൻ്റെ സങ്കല്പത്തിൽ 64 കൂട്ട് ആയുർവേദിക് വസ്തുക്കളെ ശുദ്ധീകരിച്ച് അരച്ച് പാക്ക വരച്ച് ലേപനം ചെയ്യണം. ഒരു ലേപനത്തിന് വേണ്ടിയ ഔഷധങ്ങളെ പാത്രത്തിലിട്ടും വെക്കും ശില്പി. 21 ദിവസം അരക്കണം. ഒന്ന് അരച്ചതും നാളെ അരക്കണം. ഫംഗസ് വരാതെ പോലെ 21 ദിവസം അരച്ചുകൊണ്ടേ വേണം. അത് അരച്ചിട്ട് തലയിൽ തൊട്ട് കാല് വരെ ഒരു ലേപനം ചെയ്യും. ലേപനം ചെയ്ത ശേഷം 2 മാസം കഴിഞ്ഞിട്ട് പിന്നൊരു ലേപനം. ഒരു ലേപനം കഴിഞ്ഞ ശേഷം ഉണങ്ങി സെറ്റായിട്ട് വേണം രണ്ടാമത് ലേപനം. അങ്ങനെ 24 പ്രവേശം ലേപനം ചെയ്യുമ്പോൾ 8 കൊല്ലം വേണ്ടി വന്നു ഈ രൂപവർണ്ണങ്ങൾ. 2002 ലേപനം ആരംഭിച്ച് 2008 ഈ വിഗ്രഹം പൂർത്തിയായിട്ട് ബ്രഹ്മകലശം നടന്ന ശേഷം അമ്പലം പുരോഗതിയായിട്ട് അഭിവൃദ്ധിയായിട്ട് ദൂരത്തുനിന്ന് ആളുകൾ വരാൻ തുടങ്ങി. ഔഷധങ്ങൾ സംഗ്രഹം ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിയിൽ കിട്ടുന്ന ഔഷധങ്ങൾ വേണം. ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന മുത്തുച്ചിപ്പി, ഹരിദ്വാറിൽ നിന്ന് കൊണ്ടുവന്ന ഗംഗാ മണ്ണ്, ത്രിവേണി സംഗമത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ല് മണ്ണുകൾ വേണം, വെള്ളം വേണം. നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന കസ്തൂരി ഔഷധി, പിന്നെ 1 kg സ്വർണം, 1 kg വെള്ളി, ഇതൊക്കെ സംഭാവനയായിട്ട് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പൊടിച്ച് അതിന് ചില ഔഷധങ്ങൾ നിർമ്മിതമുണ്ട്. പ്രകൃതിയിൽ കിട്ടുന്ന സസ്യങ്ങൾ നെല്ലിക്ക, താനിക്ക, കടുക്ക ഇങ്ങനെയുള്ള കായ്കൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാശാവിൻ്റെ തൈലം, കാശാവിൻ്റെ ഇല ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെ ലേപനമാണ് സ്വർണം വെടിൻ്റെ പൊടി. ഈ പൊടി സമുദ്രം പുറ്റമണ്ണ്, സമുദ്രമണ്ണ്, ഞണ്ടുമണ്ണ്, കാളമണ്ണ്, കളപ്പ് മണ്ണ് മനസ്സിലായ ഇതൊക്കെ ഒരു പിടിയാണ്. ആന ചവിട്ടിയ മണ്ണ്, ആന നടന്നു പോകുമ്പോൾ ആ ചവിട്ടുന്ന ആ സ്ഥലത്തിന് ഒരു പിടി മണ്ണ് എടുക്കണം. കാളമണ്ണ് പറയുന്നത് കാളം മതയുളമ്പ് കൊമ്പുകൊണ്ട് നിലത്തിൽ പിഴയ്ക്കും, അതിന് ഒരു പിടി മണ്ണെടുക്കണം. ഇതൊക്കെ എടുത്ത് ഈ സ്വർണ്ണ വെള്ളിയുടെ പൊടി കൊണ്ട് ലേപനം ചെയ്ത് അവസാനത്തെ ലേപനം അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നാച്ചുറലായിട്ട് കളർ കൊടുക്കും. കെമിക്കൽസ് കളറൊന്നും കൊടുക്കില്ല ഈ വിഗ്രഹത്തിന്. നാച്ചുറൽ സസ്യ കൊണ്ട് ഇല കൊണ്ട് അരച്ച് പച്ച കളർ ഉണ്ടാക്കും, ചുവന്ന കല്ല് കൊണ്ട് അരച്ച് ചുവന്ന കളർ ഉണ്ടാക്കും. അങ്ങനെയുള്ള നാച്ചുറൽ കളർ ഉണ്ടാക്കിയിട്ട് ഈ വിഗ്രഹത്തിന് കൊടുത്ത ശേഷം ശില്പി പട്ടുമൂടിയ ശേഷം ബ്രഹ്മകലശം തീയതി നിശ്ചയിക്കും. ആ സമയത്ത് താന്ത്രിക വിധി പ്രകാരം ദൃഷ്ടി തുറക്കുന്ന ക്രിയ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാന്നിധ്യം ചൈതന്യം കൂടുമ്പോൾ അമ്പലം പുരോഗതി ആവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ 7 വിഗ്രഹങ്ങളുണ്ട്. അത് കഴിഞ്ഞ ശേഷം മുഖമണ്ഡപം, നമസ്കാര മണ്ഡപം, ഗോപുരം കഴിഞ്ഞ ശേഷം വേദാവതി ദേവിയുടെ ഒരു അമ്പലമുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഗോശാലകൃഷ്ണ അമ്പലം,
ബില്ലമംഗല സ്വാമിജി ആദ്യം പൂജ ചെയ്ത ഒരു മഠം ആണ് ഗോശാല കൃഷ്ണ അമ്പലം. അതും ചുറ്റമ്പലമായിട്ടുണ്ട്. അതേപോലെ തെക്കേ ഭാഗത്ത് വനശാസ്താവും മഹിഷമർദിനി തെയ്യങ്ങളെ സങ്കല്പക്കൂടം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം മഹാഗണപതി വിഗ്രഹം ഇപ്പോൾ കൂടിയുണ്ട്. അങ്ങനെ തെയ്യങ്ങളെ സങ്കല്പം ഇവിടെ സ്ഥാനം ഉണ്ട്. അമ്പലത്തിൻ്റെ ഇപ്പോഴത്തെ നിയമാനുസാരം 2008 ബ്രഹ്മകലശ കഴിഞ്ഞ ശേഷം നിത്യനൈമിത്തിക കർമ്മങ്ങൾ 3 നേരം പൂജകളുണ്ട്. രാവിലെ 5:30 മണിക്ക് തുറന്നാൽ 7:30 മണിക്ക് രാവിലെ പൂജ, ഉച്ചയ്ക്ക് 12:30 മണി കഴിഞ്ഞ ശേഷം ഉച്ചപൂജ കഴിഞ്ഞ ശേഷം നട അടക്കും. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം 5:30 മണിക്ക് തുറന്നാൽ രാത്രി 7:30 മണി കഴിഞ്ഞിട്ട് 8 മണിക്ക് രാത്രി പൂജ നടത്തി നട അടക്കും. കുംഭമാസം 14-ാം തീയതി ഇവിടെ വാർഷിക ഉത്സവമാണ്. ഒറ്റൊരു ദിവസം കൊടിമുറ ഇല്ലാത്ത കൊണ്ട് കൊടിയേറ്റം ഇവിടെ ഇല്ല. അതാണ് ഒരു വിശേഷത. വലിയ കല്ല് മാത്രമേ ഉള്ളൂ, വലിക്കല്ല്. അപ്പോൾ കൊടിയേറ്റം ഇവിടെ കൊടിമുറ ഇല്ല. പണ്ടേ അങ്ങനെ. അപ്പോൾ കൊടിമറൻ ഉണ്ടെങ്കിൽ 5 ദിവസം 7 ദിവസം 9 ദിവസം ഇങ്ങനെയുള്ള നിശ്ചയിക്കും ഉത്സവം. പക്ഷേ ഇവിടെ ഒറ്റ ഒരു ദിവസം മാത്രം ഉത്സവം ഉണ്ടാവുള്ളൂ. തടമ്പ്, തലലി പുറത്ത്, ശിവേലി ഇതൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. ഒറ്റ ഒരു ദിവസം കൊണ്ട് രാത്രി പകലുമായിട്ട് പരിപാടികൾ നടത്താറുണ്ട്. പിന്നെ വിശേഷ ദിവസം അഷ്ടമി ചതുർത്ഥി ദിവസം വിശേഷ പൂജാദികളുണ്ട്. അതുപോലെ തുലാമാസം 1-ാം തീയതി ഭഗവാന് പുത്തേരി സമർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാ കൊല്ലം ഇത് നടത്തും. മാസത്തിൽ നവക ശുദ്ധി കലശം നടത്താറുണ്ട്. സംക്രമണ ദിവസം ഗണപതി ഹോമം, ദുർഗാ നമസ്കാരം പൂജാദികൾ നടത്തിക്കാറുണ്ട് എല്ലാ മാസം. അതിനുശേഷം ഈ വിഗ്രഹം കടുശർക്കര വിഗ്രഹം ആയ ശേഷം അമ്പലം പുരോഗതിയാവും. So a big thanks to Sri Lakshma Hebbar for sharing this such valuable insight and about the temple history. So I really appreciate his valuable time for this contributing this history to my channel. The outside of the temple always you can see one Ganesha. So here also you can see the Ganesha. So now let me take you around the temple surrounding and show you the scenic beauty of this place. So along with this main shrine, so you can also see the Vedavati Devi shrine here. As we step out from the Vedavati Devi shrine, you can also see a shrine of Goshala Krishna, the place where Vilyamangalam Swami performed the first puja. So let's step into that divine space as well. As I walk around the temple surroundings, you can see the lush greenery all around, and the gentle rain adds to the calmness and creating a cool and peaceful vibe that makes this place even more serene. There is a unique belief linked to this temple. So for years, a crocodile lived in this temple pond. So his name was Babia. So what made this Babia special was that he was known to be a calm and harmless. So local devotees say he's only ate the prasadam, so boiled rice and jaggery actually, so offered by the temple priests. So it is story that it has been part of the temple's identity of decade. So let me see if I can capture the baby pigs, because actual Babia has passed away on 2022, but they are saying that the new crocodile also came here. So I will be trying to show you the picture of that crocodile. So let me see if I can capture that crocodile here. So this is the new crocodile you are seeing now, and as explained by Sri Lakshmana Hebbar in my vlog, the first crocodile was reportedly shot during the British era, and after that the another one appeared in the lake. That was Babia, the well-known and beloved temple guardian. But sadly, the Babia passed away in 2022, and now this is the third crocodile to appear here, small, calm and harmless. So as my walk continued in the surrounding of this temple, I saw that Vanasastara Rakteshwari Mahishamardini Sannidhi is also present in this surrounding. So let's spot that place also together.
പണ്ട് കാലങ്ങളിൽ ഈ ദൈവത്തിൻ്റെ തിടമ്പ് ഉത്സവകാലങ്ങളിൽ തോണിയിലാണ് ഈ തിടമ്പ് ചുറ്റിക്കൊണ്ടുണ്ടായിരുന്നത് ഈ കുളത്തിന് ചുറ്റും. പക്ഷേ പിന്നീട് അത് നമ്മൾ കോൺക്രീറ്റ് പാലം ഉണ്ടാക്കിയപ്പോൾ അതിലൂടെ ഈ നമ്മുടെ തോണി കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് അമ്പലത്തിൻ്റെ പുറം വശത്ത് കൂടിയാണ് ഇപ്പം ചുറ്റിക്കൊണ്ടുണ്ടായിരുന്നത്. കാലങ്ങളിൽ ഇവിടെ ഈ കുളത്തിൽ ചുറ്റിക്കൊണ്ടുണ്ടായിരുന്നത്. പിന്നെ ഈയുടെ കോൺക്രീറ്റ് പാലം വന്നതുകൊണ്ട് നമ്മുടെ തോണി കടക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് നമ്മൾ പുറം വശത്ത് കൂടി ദൈവത്തിന് തിടമ്പ് ചുറ്റിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നീട് അത് പ്രശ്നവശാൽ നമുക്കത് വീണ്ടും അത് തന്നെ ചെയ്യണമെന്ന് കണ്ടതിനാൽ ഞങ്ങൾ പിന്നെ പുതുക്കി പണികയായിരുന്നു. ഇപ്പോൾ പാലം ഉയർത്താൻ പറ്റുന്ന ഉത്സവ സമയത്ത് തോണി പോകാൻ പറ്റുന്ന തരത്തിൽ ഉയർത്തുന്ന തരത്തിലാണ് ഇപ്പോൾ പാലം രൂപീകരിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യമാണ് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. അടുത്ത ഉത്സവത്തിന് മുതൽ നമ്മൾ പഴയ ഇപ്പം മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ തോണിയിൽ തിടമ്പുമായി ഈ അമ്പലത്തിന് ചുറ്റും പോകാനുള്ള വേണ്ടിയാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രധാനമായ നമ്മുടെ ശ്രീ അനന്തപത്മനാഭ സ്വാമി ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് പറയുന്ന ഗുഹയാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് തിരുവനന്തപുരത്തേക്ക് പത്മനാഭ സ്വാമി പോയതെന്നാണ് ഐതിഹ്യം. So, what Mr. Prasad Kumar explained that the temple ritual earlier was performed outside the temple since the boat couldn't reach it due to the concrete corridor around the lake. But now they made the adjustment so that from next festival onwards, the rituals can be performed inside the temple itself. And also, he showed us the cave, which according to the belief is a path through Sri Ananda Padmanabha Swami journey to the Padmanabha Swami temple in Thiruvananthapuram. So that was the belief. So the temple also offers free Annadanam after the afternoon puja, so a chance for devotees to receive the Padmanabha's blessing through a wholesome meal. So if you are ever in the North Kerala, make sure you stop by here, not just for architecture or the calm lake, but feel something deeper, something ancient, sacred and a little mystical. So until next time, see you in the next spiritual blog. Om Namo Narayana. Sandeep signing off.